നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന മാനസമിത്ര പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യഘട്ട ഏകദിന ശില്പശാല ചൊവ്വാഴ്ച കൊപ്പത്ത് നടക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന മാനസമിത്ര പദ്ധതിയുടെ ഭാഗമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കൊപ്പം നക്ഷത്ര ഹാളിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടവരുടെ യോഗവും ചേർന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ 13 വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ സിലബസ് വിശകലനവും അധ്യാപകർക്ക് നൽകുന്ന ക്ലാസുകളുടെ വിശദാംശങ്ങളും വിലയിരുത്തുവാൻ ചേരുന്ന ശില്പശാലയിൽ സംസ്ഥാനത്തെ പ്രമുഖ സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ, ഡോക്ടർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, സ്കൂൾ കേരള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ അതിപ്രസരം കാരണമുണ്ടാക്കുന്ന ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങി ലഹരി അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാനസമിത്ര പദ്ധതി രൂപീകരിക്കുന്നത്. തികച്ചും ശാസ്ത്രീയവും സമകാലീനവുമായ ക്ലാസുകൾ ഒരുക്കുവാൻ ഏകദിന ശില്പശാലകളുടെ ഉപകരിക്കുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. മാനസമിത്ര എന്ന് പറയുന്ന ബൃഹത്തായ പദ്ധതി അത് വളരെ കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് കുട്ടികൾക്ക്, അതുപോലെ അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ശാസ്ത്രീയമായ പദ്ധതിയായി മാറുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും അടങ്ങുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ട്രെയിനേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളടക്കമുള്ളവരുടെ ഒരു വർക്ക്ഷോപ്പാണ് നടക്കാൻ പോകുന്നത്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫൈനലാക്കുന്ന സിലബസ് ആണ് പട്ടാമ്പി മണ്ഡലത്തിലെ അധ്യാപകരും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനും നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരിലൂടെ ഇവിടുത്തെ മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മെന്റൽ ഹെൽത്ത് മിനിമം അതിന്റെ അവയർനെസ് ഉള്ള ആളുകളാക്കി നമുക്ക് മാറ്റുക. അതോടുകൂടി ആത്മഹത്യാ പ്രവണത, അതുപോലെ ഡ്രഗ് അബ്യൂസ്, മയക്കുമരുന്ന് അടക്കമുള്ള ഇതിലേക്ക് നിരന്തരമായി പോകുന്നതിനെ തടയുക. വീട്ടിലും അതുപോലെ പഠനത്തിലും മറ്റു പൊതു ഇടങ്ങളിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഇല്ലാതെയാക്കുന്നതിന് സ്വയം തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാക്കി കൊടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ്. പട്ടാമ്പി BRCയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A നീരജ്, വെലപ്പുഴ പഞ്ചായത്ത് അംഗം റഫീഖ് പറക്കാടൻ, KP ആഷിഖ്, അക്കാദമിക് ഹെഡ് ഫറൂഖ്, VP മനോജ്, C ഗാലിദ്, പ്രജീഷ്, സലീം അലി, ഷാഹുൽ ഹമീദ്, കൃഷ്ണദാസ്, KP ഷാജി, മുസ്തഫ, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള നടപടികളുമായി അധികൃതർ രംഗത്ത്. ടൗണിൽ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കാൻ കൊപ്പത്ത് ചേർന്ന ട്രാഫിക് സബ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടിയും സ്വീകരിക്കും. കൊപ്പം ടൗണിൽ വൈകുന്നേരങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ഇതിന് പരിഹാരം കാണണമെന്നത് ഏറെക്കാലത്തെ ആവശ്യം കൂടിയായിരുന്നു. ടൗണിലെ ഗതാഗതക്കുരുക്ക് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് മോസിൻ MLAയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടൗണിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ തീരുമാനമായത്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ബസ്സുകളുടെ സ്റ്റോപ്പുകളിലും നിയന്ത്രണം വരുത്തും. ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. നിലവിലുണ്ടായിരുന്ന സിഗ്നൽ സംവിധാനം നവീകരണത്തിന്റെ ഭാഗമായി എടുത്തു കളഞ്ഞിരുന്നു. വീതിയില്ലാത്ത റോഡിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചതും പരാതികൾക്ക് ഇടവരുത്തിയിരുന്നു. എന്നാൽ റോഡ് വീതി കൂടിയെങ്കിലും വീണ്ടും സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മതിയെന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമെന്ന് യോഗത്തിന് ശേഷം മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. അപ്പോൾ കൊപ്പം ടൗണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡുകൾ കറക്റ്റ് ഒരു പ്ലസ് ആകൃതിയിലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ റോഡുകൾ, വാഹനങ്ങൾ തിരിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുവേ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു തീരുമാനമായിട്ട് ശാസ്ത്രീയമായിട്ട് സിഗ്നൽ സ്ഥാപിക്കാനുള്ള ഒരു പഠനം നടത്താൻ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ താൽക്കാലികമായി പാർക്കിംഗ്, ഈ റോഡ് തിരിഞ്ഞു വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബസ് സ്റ്റോപ്പുകൾ ഇപ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പുകൾ, അതോടൊപ്പം തന്നെ ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയും പെരിന്തൽമണ്ണ റൂട്ടിലടക്കം ബസ് സ്റ്റോപ്പുകൾ കുറച്ചും കൂടെ മാറി, കാരണം ഇപ്പം നിലവിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല, കുറച്ചും കൂടെ മാറ്റിയിട്ട് അത് പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനും ഒക്കെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കും.
പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നും മുഹമ്മദ് മുഹസിൻ MLA സൂചിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഞാങ്ങാട്ടിരി TK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച നടത്തി. KP ഉണ്ണികൃഷ്ണന്റെ തകർക്കാനാകാത്ത ചങ്ങലകൾ എന്ന കഥാസമാഹാരത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. വായനശാല പ്രസിഡന്റ് MP ശിവശങ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ രാധാകൃഷ്ണൻ ആലുവീട്ടിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കഥകളെ വിലയിരുത്തി സംസാരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം A കൃഷ്ണകുമാർ, TK രവീന്ദ്രൻ, TVM അലി, ഹുസൈൻ തട്ടത്താഴത്ത്, പരമേശ്വരൻ ആറങ്ങോട്ടുകര, CV ഹണിമ, MP മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി രമണൻ ഞാങ്ങാട്ടിരി സ്വാഗതവും K വേലുണ്ണി നന്ദിയും പറഞ്ഞു. പരീക്ഷണങ്ങൾ നേരിട്ടൊരു വ്യക്തി ഇങ്ങനെ ഒരു സാധനം എഴുതി കൊണ്ടുവന്നിട്ട് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് തയ്യാറാക്കി നമ്മുടെ നാട്ടുകാരെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഈ പബ്ലിക്കേഷൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നതാണ്. തീർച്ചയായും ഇത്ര നല്ലൊരു വേദിയിൽ അക്ഷരജാലകത്തിൻ്റെ ഒരു പുസ്തകം ചർച്ച ചെയ്യപ്പെടുക, പ്രിയപ്പെട്ട കൃഷ്ണകുമാരൻ മാഷും അതുപോലെ രവി മാഷും അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന ഓങ്ങല്ലൂർ സ്വദേശി അബ്ബാസിന്റെ മകൾ 17 വയസ്സുകാരി റംഷീനയ്ക്കു വേണ്ടി നാടൊന്നിക്കുന്നു. ചികിത്സാ ധനശേഖരണാർത്ഥം ഓങ്ങല്ലൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുറിശി വടക്കേത്തൊടി അബ്ബാസിന്റെ മകൾ 17 വയസ്സുകാരിയായ റംഷീനയാണ് വാഹനാപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നത്. 3 മാസത്തോളമായി കോട്ടക്കൽ ആസ്റ്റർ ഹോസ്പിറ്റലിലാണ് ചികിത്സയിലുള്ളത്. നിലവിൽ 50 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവ് വന്നു. തുടർ ചികിത്സയ്ക്കായി ഭാരിച്ച തുക തന്നെ വേണ്ടിവരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് ആവശ്യമായ നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം യോഗം ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവന്റെ കൈകളിൽ കിടക്കുന്ന പണം കൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം ലഭിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ആദ്യമായാണ് ഒരു മനുഷ്യൻ, ഒരു ഉപ്പ ഡോറ് തുറക്കുന്ന സമയത്ത്, എന്നെ കണ്ട സമയത്ത് കരഞ്ഞ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് വാടാനംകുറിശ്ശിയിലെ അബ്ബാസ് കായുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള കണ്ണീരാണ്. പലപ്പോഴും ഞാൻ ICUവിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉമ്മമാര് പൊട്ടിക്കരയും, ഈ ഷാളൊക്കെ മുഖത്തേക്ക് ആക്കി കരയും. പക്ഷേ 10-45 വയസ്സുള്ള അബ്ബാസ്ക്ക എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ, ഷമീർക്ക, ഞാൻ ഒരിക്കൽ പോലും ഇത് ചിന്തിച്ചതല്ല. ഗ്രാമപഞ്ചായത്ത് അംഗം അശോകൻ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ KM മുജീബുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, രൂപേഷ്, റിയാസ് മുക്കോളി, വിജയൻ വാടാനംകുറിശി, മുസ്തഫ പൂക്കുപടി, KSMA മേഖലാ പ്രസിഡന്റ് EK അലി, ഉബൈദ് അൻവരി, ഷറഫുദ്ദീൻ യാമിനി, പ്രശാന്ത്, യൂസഫ്, ഗീത, ഹസീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ അസീസ്, ഷാഫി, അബ്ബാസ്, ആഷിഖ് കല്ലിങ്ങൽ, ശങ്കരൻ, VM ഷെരീഫ് തുടങ്ങിയവർ യോഗത്തിന് നേതൃത്വം നൽകി. കുട്ടനാട് കലവറയുടെ 6ാം വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. സമാപന സമ്മേളനം കവി PP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന R ചന്ദ്രൻ ആശംസകൾ നേർന്നു. നാടക് ജില്ലാ പ്രസിഡന്റും കലവറ ഭരണസമിതി അംഗവുമായ സുധീർ KB സ്വാഗതവും ബീന ടീച്ചർ നന്ദിയും പറഞ്ഞു. പാലിയേറ്റർ രാഷ്ട്രീയം എന്ന സെമിനാർ നടന്നു. വൈകിട്ട് ഒറ്റഞ്ഞാവൽ മരം, കുഹു എന്നീ നാടകങ്ങളും അരങ്ങേറി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.